ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഡ്രസ്സൊക്കെ ഇട്ടു ഡ്രസ് ഇത് മതി കേട്ടോ. ABCD ഇടുക്കിയിലല്ലേ രാത്രി കിട്ടും. നന്ദുവിന് ABCD ഡ്രസ്സ് വേണമെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് ABCD ഒരു ഡ്രസ്സ് ഉണ്ട്, അത് ABCD എഴുതിയിട്ടുള്ള, അത് വളരെ ഇഷ്ടമാണ്. അതല്ല കേട്ടോ. പിന്നെ ഇന്ന് പുതിയ ഒരു ഡ്രസ്സ് ഇടുക്കിയിലുണ്ട്, ഇടുക്കിയിലേക്കാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അവിടെ വന്നിട്ടുണ്ട് പുള്ളി, അതാണ് പറയുന്നത്, അത് വേണമെന്നാണ് പറയുന്നത്. അപ്പം ഞങ്ങൾ ഇന്ന് 2 ദിവസമായിട്ട് ഗീ റോസ്റ്റ് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗീ റോസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ഇവിടെ അടുത്തുള്ളത് ആര്യാസ് ഉണ്ട്, അഭിരാമി ഉണ്ട്, അതുപോലെ തന്നെ എന്താ പറയാ, പിന്നെന്താ ശരവണ ഭവൻ, അങ്ങനെ ഗോകുലോട്ടുപുര, അങ്ങനെ അടുത്ത് ഫേമസ് ആയിട്ടുള്ള ഒരുപാടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് അഭിരാമിയാണ് അല്ലേ, ഗീ റോസ്റ്റ് അഭിരാമിയാണ്. അഭിരാമിയിലെ ഫുഡ് എന്ന് പറയുകയാണെങ്കിൽ ഗീ റോസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ യൂണിക് ആയിട്ടുള്ള ടേസ്റ്റാണ്, വളരെ ടേസ്റ്റാണ്. നമ്മൾക്ക് ഇതുവരെ പോയിട്ട് അങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ കുറച്ച് നാളുകളായിട്ട് നമ്മൾ പല ടൈമിൽ പോയിട്ടുണ്ട്. വളരെ നല്ലൊരു ഫുഡാണ് അവിടുത്തെ. അപ്പോൾ ഞങ്ങൾ ആദ്യം ചെല്ലുന്ന സമയത്തൊക്കെ അധികം ആളുകളൊന്നും ഈ ശ്രീ അഭിരാമി എന്നല്ലേ, അപ്പോൾ അവിടെ ഉണ്ടാവാറില്ല. ചേരാനെല്ലൂരിലുള്ള ശ്രീ അഭിരാമി കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ പോകുന്ന സമയത്ത് ഒട്ടും തിരക്കുണ്ടാവാറില്ല. അപ്പോൾ അന്നേരമൊക്കെ ഞങ്ങൾ ഓർക്കും ഇത്രയും നല്ല ഫുഡായിട്ട് എന്താണ് അധികം ആളുകൾ വരാത്തതെന്നൊക്കെ. പക്ഷേ ഇപ്പോൾ സിറ്റുവേഷനൊക്കെ മാറി. ഇപ്പോൾ അവിടെ അത്യാവശ്യം ആളുകളൊക്കെ വന്നു തുടങ്ങി. പേരിൽ മാത്രമല്ല കാര്യം, കൊടുക്കുന്ന ഫുഡിലാണ് കാര്യമെന്ന് ശ്രീ അഭിരാമിയിലൂടെ തെളിഞ്ഞിരിക്കുകയാണ്. കാരണം ഇപ്പോൾ വളരെ നല്ല ഫുഡാണ് അവിടുത്തെ, യൂണിക്കായിട്ടൊരു ടേസ്റ്റ് ഉണ്ട്, നല്ല ഫുഡാണ്. ഇപ്പോൾ നമ്മൾ പേര് നോക്കിയിട്ട് ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ, ഞാൻ പേരൊന്നും എടുത്തു പറയുന്നില്ല, ചില ഹോട്ടലുകളൊക്കെ വലിയ വെജിറ്റേറിയൻ ഹോട്ടലുകളിൽ നിന്നൊക്കെ പേര് പറഞ്ഞു പോയി നമ്മൾ കഴിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇതുപോലുള്ള ചില ഹോട്ടലുകളിൽ നിങ്ങളൊന്ന് കയറി നോക്കണം, അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും പേരിലൊന്നും അല്ല കാര്യം എന്നുള്ളത്. എന്താണെന്ന് ഞങ്ങളിന്ന് പോയി കഴിക്കാൻ പോവുകയാണ്. ഞങ്ങൾ ശ്രീ അഭിരാമിയിൽ എത്തുമ്പോൾ തിരക്ക് വളരെ കുറവായിരുന്നു. കാരണം നമ്മൾ എത്തുന്നത് ഏകദേശം 2 മണി കഴിഞ്ഞിട്ടാണ്, അതുകൊണ്ട് വലിയ തിരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ പാർക്കിംഗ് സ്പേസൊക്കെ ഈസിലി അവൈലബിൾ ആണ്. ഇഷ്ടംപോലെ വണ്ടികൾ ഇടാനുള്ള സ്ഥലമുണ്ട്. ഇതുവരെ വണ്ടി കൊണ്ട് വന്നിട്ട് ഒരു ബുദ്ധിമുട്ടും തിരക്കുള്ളപ്പോഴും അനുഭവപ്പെട്ടിട്ടില്ല. നല്ല സ്പേസാണ് ഇടാനായിട്ട്. അഭിരാമിയുടെ അടുത്തായിട്ട് അജിഫാൻ എന്നുള്ളൊരു ഫേമസ് ആയിട്ടുള്ള ഡേറ്റ്സ് ആൻഡ് നട്ട്സിൻ്റെ ഒക്കെ ഒരു ഷോപ്പുണ്ട്. അറിയാവുന്നവർ കേട്ടിട്ടുണ്ടാവും, വളരെ ഫേമസ് ആയിട്ട് ഷോപ്പാണ്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ നന്ദു അവിടെ കയറി എന്തെങ്കിലും സ്വീറ്റ്സ് വാങ്ങാതെ ഇതിൻ്റെ ഉള്ളിൽ കയറില്ല. എന്താണില്ല, അദ്ദേഹം അവിടെ കയറി സ്വീറ്റ്സൊക്കെ വാങ്ങിയിട്ട് ഗീ റോസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ശരിക്കും കേട്ടോ, കയ്യിലെല്ലാം ഉണ്ടല്ലേ. കാത്തിരിപ്പിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഗീ റോസ്റ്റ് എത്തിയിരിക്കുകയാണ്. അദ്ദേഹം ആദ്യമേ തന്നെ ഒരു സാമ്പിൾ ടെസ്റ്റിംഗ് നടത്തുകയാണ്. അഭിരാമിയിലെ ഗീ റോസ്റ്റ് എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഒരു തവണയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ്. നെയ്യൊക്കെ കറക്റ്റായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും. എപ്പോൾ ചെന്ന് കഴിച്ചാലും, പല ടൈമിലും പോയി കഴിച്ചപ്പോഴും ഒരേ ടേസ്റ്റ് തന്നെ ഇതിനുണ്ട്. വളരെ നല്ല ടേസ്റ്റ് തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും. സമയം 2 മണി കഴിഞ്ഞതിനാൽ വൈറ്റ് റൈസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ബ്രൗൺ റൈസ് തീർന്നു പോയിരുന്നു. ഞാൻ വൈറ്റ് റൈസ് കഴിച്ചു. ഒരുപാട് അത്യാവശ്യം കറികളൊക്കെ ഉണ്ട്. തോരന്, അവിയൽ, പിന്നെ പായസം, കേസരി, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം തന്നെയുണ്ട്. അത്യാവശ്യം കുറേ അധികം കറികളുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറികളുമാണ്. എടപ്പള്ളി ചേരാനെല്ലൂർ ഭാഗങ്ങളിലുള്ളവർ, ഇതുവഴിയൊക്കെ കടന്നു പോകുന്നവരൊക്കെ ഒരു തവണയെങ്കിലും ഇവിടെ കയറി ഗീ റോസ്റ്റൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ല ഫുഡാണെന്ന് ഞങ്ങൾ ഗ്യാരൻറ്റി പറയുകയാണ്. എന്താണെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.